പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചും പരാജയ കാരണങ്ങൾ തുറന്നു സമ്മതിച്ചും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ റിപ്പോർട്ട്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പാർട്ടിയും സർക്കാരും ജനങ്ങളും പരസ്പര പൂരകങ്ങളാകണമെന്നും വിമർശനമുണ്ട്. CPM ദക്ഷിണ മേഖലാ യോഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. അതേസമയം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാർട്ടി തയ്യാറാകണമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടന്ന ദക്ഷിണമേഖലാ യോഗത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. പാർട്ടിയും സർക്കാരും ജനങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ താഴെ തട്ടിലുള്ളവർക്ക് കഴിയുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് വൻ തിരിച്ചടിയായെന്നും MV ഗോവിന്ദൻ തുറന്നു സമ്മതിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെ പങ്കെടുത്ത യോഗത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. ഒപ്പം തന്നെ യോഗത്തിൽ SNDPക്കെതിരെയും വിമർശനം ഉയർന്നു. SNDP യോഗങ്ങളിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുന്നു എന്നാണ് വിമർശനം. അതേസമയം CPMന് ലഭിക്കുന്ന അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്ന് ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. What we call the weaknesses or the shortcomings that I am confident the party will be able to overcome. We did that in the past. We have done it in the past, we'll do it now and we'll do it in the future. SFIക്കെതിരെ MV ഗോവിന്ദന്റെ പരാമർശമുണ്ടായി. SFIയുടെ ചില പ്രവണതകൾ ജനങ്ങൾക്കിടയിൽ അപമാനമുണ്ടാക്കി. ഒപ്പം തന്നെ പാർട്ടി പ്രാദേശിക അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയതായും വിമർശിച്ചു. താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ജനം, കൊല്ലം.